റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബദറിൽ അല്ലാഹുവിന്റെ റസൂല് തമ്പടിച്ചിരിക്കുകയാണ്. കുറച്ചപ്പുറത്ത് ശത്രുക്കളും തമ്പടിച്ചിരിക്കുകയാണ്. ബദറിൽ അല്ലാഹുവിന്റെ റസൂല് താമസം കൊള്ളാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഒരു സഹാബി റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, എത്രേ റസൂലേ, നിങ്ങൾ തീർച്ചപ്പെടുത്തിയ ഈ സ്ഥലം അത് അല്ലാഹു അറിയിച്ചു തന്നതാണോ അതോ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണോ? റസൂലിനോടൊരു സഹാബി ചോദിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഇവിടെ തന്നെ നിന്നിട്ട് യുദ്ധം ചെയ്താലാണ് കൂടുതൽ വിജയം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു വഹയിലൂടെ അറിയിച്ചെന്നതാണോ അതോ ആമിന ബീവിയുടെ മകൻ എന്ന നിലക്കുള്ള സ്വന്തം അഭിപ്രായമാണോ? ഒരു സഹാബി വളരെ സരസമായ രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. റസൂലാകട്ടെ, നേതാവ് എങ്ങനെ, അനുയായി എങ്ങനെ എന്നൊക്കെ വേണം പഠിക്കാൻ. ഇതിന്ന് വേണം പഠിക്കാൻ നേതാവ് എങ്ങനെ പെരുമാറണം, അനുയായി എങ്ങനെ പെരുമാറണം. അവനാരാ എന്നോട് ചോദ്യം ചോദിക്കാനെന്നായിരുന്നില്ല റസൂലിന്റെ മറുപടി. പ്രവാചകനായി വന്ന ഒരു ലോകഗുരു ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന അനുയായിയോ കടക്കടാ പുറത്ത് എന്നായിരുന്നില്ല റസൂലിന്റെ മറുപടി. റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്റെ സ്വന്തം അഭിപ്രായമാണ്, വേറെ വല്ലതും പറയാനുണ്ടോ? ഉടൻ തന്നെ ഈ സഹാബി പറഞ്ഞു, യുദ്ധത്തിന്റെ വിജയത്തിന് ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലം എന്റെ മനസ്സിൽ തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, വെള്ളത്തിന്റെ സൗകര്യവും അവിടെ കൂടുതലാണ്. ഉടൻ തന്നെ ലോകത്തിന്റെ ഗുരു, വിശ്വത്തിന്റെ അധ്യാപകൻ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ആ അഭിപ്രായം സ്വീകരിക്കുകയും ആദ്യത്തെ സ്ഥലത്ത് തമ്പടിക്കാൻ തീർച്ചപ്പെടുത്തിയ തിരുമേനി ആ തീരുമാനം മാറ്റി ഈ സഹാബിയുടെ അഭിപ്രായം മാനിച്ച് രണ്ടാമത്തെ സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഏത് ചെറിയ ആളിൽ നിന്നും ഒരുപക്ഷെ വലിയൊരു കാര്യം പഠിക്കാണ്ടാവും. അതാണ് ലോക ചരിത്രം. റസൂലാണ് ഞാൻ പറഞ്ഞതിനെതിരെ പറയാൻ ഇവനാരെന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിന് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തിയ സ്ഥലം ഒരു സഹാബി തിരുത്തിക്കുക. അതാണ് നേതാവ് ചെയ്യേണ്ടത്. നേതാവിന്റെ യോഗ്യത അവിടെ കാണേണ്ടത്. റസൂലൊരു യഥാർത്ഥ നേതാവ് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു. അതെന്റെ സ്വന്തം അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളാം, ഞാൻ കേൾക്കാം. അല്ലാതെ എന്റെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചോളാം, ഞാനത് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സർവാധിപത്യ ഏകാധിപത്യ തറവാടിത്ത മനസ്ഥിതി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. റസൂലിന്റെ ചരിത്രത്തിലില്ല, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രത്തിലില്ല, ഔലിയാക്കളുടെ ചരിത്രത്തിലില്ല, സിദ്ദീഖുകളുടെ ചരിത്രത്തിലില്ല, ആരിഫീങ്ങളുടെ ചരിത്രത്തിലില്ല, ആലിമീങ്ങളുടെ ചരിത്രത്തിലില്ല. യഥാർത്ഥ മുഖ്ലിസീങ്ങളായ ഉമറാക്കളുടെ നേതാക്കളുടെ ചരിത്രത്തിലും അത് കാണുവാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയാണ്. അതാ ബദറിന്റെ രണാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു വലിയ സംഭവം അവിടെ അരങ്ങേറാൻ പോവുകയാണ്. റമദാനിന്റെ 17 ആയുധമില്ലാത്ത ആളുകൾ വെറും രണ്ടേ രണ്ട് കുതിരകളോടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സംഘം യുദ്ധത്തിന് വരുന്നത്. അപ്പുറത്തതാ ആയിരങ്ങൾ ഒരുപാട്